നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റ്. തമിഴ്നാട്ടിൽ ചരക്ക് ട്രെയിനിന് തീപിടുത്തം, നിരവധി ട്രെയിനുകൾ റദ്ദാക്കി. തമിഴ്നാട് തിരുവള്ളൂരിൽ ചരക്ക് ട്രെയിനിന് തീപിടിച്ചതിന് സമീപം ട്രാക്കിൽ വിള്ളൽ കണ്ടെത്തി. ചരക്ക് ട്രെയിനിന്റെ 18 ബോഗികളാണ് പാളം തെറ്റിയത്. 12 ബോഗികൾ കത്തിനശിച്ചു. 12 ട്രെയിനുകൾ പൂർണ്ണമായും 13 ട്രെയിനുകൾ ഭാഗികമായി റദ്ദാക്കി. അപകടത്തിൽ ആളപായമില്ല. പുകയുയരുന്നതിനാൽ 2 കിലോമീറ്റർ ചുറ്റളവിലുള്ളവരെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റി. ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി. ഇന്ന് പുലർച്ചെ 5:30ഓടെയായിരുന്നു അപകടം. ഡീസൽ കയറ്റി വന്ന വാഗണുകൾക്കാണ് തീപിടിച്ചത്. തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ടെങ്കിലും പൂർണ്ണമായും അണച്ചിട്ടില്ല. 3 ബോഗികൾ പാളം തെറ്റിയതിന് പിന്നാലെ തീ പിടിക്കുകയായിരുന്നു. ദക്ഷിണ റെയിൽവേയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരടക്കം സേഫ്റ്റി ഓഫീസറും സംഭവസ്ഥലത്ത് എത്തിയാണ് നിലവിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പരിശോധനയ്ക്കിടയിലാണ് ട്രാക്കിൽ വിള്ളൽ കണ്ടെത്തിയത്. ട്രെയിൻ പാളം തെറ്റിയതിന് 100 മീറ്റർ അകലെയാണ് വിള്ളൽ കണ്ടെത്തിയിട്ടുള്ളത്. പലയിടത്തായി വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതാരെങ്കിലും ഉണ്ടാക്കിയ വിള്ളലാണോ എന്ന നിഗമനത്തിലാണ് പ്രാഥമിക ഘട്ടത്തിൽ റെയിൽവേ എത്തിയിരിക്കുന്നത്. അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരമനുസരിച്ച് അത് അട്ടിമറി സാധ്യത എന്നുള്ള സംശയത്തിൽ തന്നെയാണ് റെയിൽവേയുടെ അന്വേഷണം രാവിലെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. 18 ബോഗികളാണ് ആ പാളം തെറ്റിയത്. 12 ബോഗികൾ കത്തിനശിച്ചു. ഈ റൂട്ടിൽ എന്തായാലും ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ 24 മണിക്കൂർ സമയമെങ്കിലും എടുക്കുമെന്നാണ് റെയിൽവേയുടെ വിശദീകരണം. കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.